പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ വെള്ളനാട്ടിൽ ഏതാനും വർഷങ്ങളായിട്ട് USC എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, ഒരു ക്രിക്കറ്റ് കളി സൗഹൃദത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു കൂട്ടായ്മ. പക്ഷേ കുറച്ച് അംഗങ്ങൾ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്. എങ്കിലും എന്താണ് USC എന്ന് അറിഞ്ഞുകൂടാത്ത ചിലരെങ്കിലും, ചിലർ എന്നുള്ളതല്ല, ഒരു പക്ഷേ നമ്മുടെ ക്രിക്കറ്റുമായി ബന്ധമില്ലാത്ത നല്ലൊരു വിഭാഗം ആളുകൾ നമ്മളെ വെള്ളനാട്ടിലുണ്ട്. ഷിബു, എന്താണ് USC? USC എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുന്നത്, ഒരു ബൃഹത്തായ ഒരു സംഭവമാണ്. ആക്ച്വലി ഒരു 2-3 വാക്കിൽ നിർത്താൻ പറ്റുന്നതല്ല. അപ്പോൾ ഒഫീഷ്യലായിട്ട് എൻ്റെ പേര് പറയും. USC എന്ന് പറയുന്നത് യുണൈറ്റഡ് സീനിയേഴ്സ് വെള്ളനാട് എന്നുള്ളതാണ്. 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു വാട്സാപ്പ് ഗ്രൂപ്പാണിത്. നമ്മുടെ കോവിഡ് ആ സമയത്ത്, കാരണം പലർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയും പലരും ഐസൊലേറ്റഡ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കുറച്ച് പേര് ഗ്രൗണ്ടിൽ കളിക്കാൻ തുടങ്ങി. 5 പേര് വന്ന് കളിച്ചു. നമ്മുടെ വെള്ളനാട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ 2 പേര് കളിക്കാൻ തുടങ്ങി, 5 പേരായി. അവരെ കുഞ്ഞുങ്ങളെ കോവിഡിന് ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്ന സമയത്ത്, ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത്, അത് അപ്പോഴൊന്നും ഞാനൊന്നുമില്ല, ഞാനൊക്കെ വീട്ടിനകത്ത് ഇരിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ കുറച്ച് പേര് റിസ്ക് എടുത്ത് വന്ന് കളിക്കാൻ തുടങ്ങി, മാസ്ക് ഒക്കെ വെച്ച് കുഞ്ഞുങ്ങളായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഇരുന്ന് ഈ 5, 2, 10, 15, 25 പിന്നെ എല്ലാവരും ഈ 25 30 പിന്നെ ഈ ശനി ഞായറും കാത്തിരി തുടങ്ങി. ഒരു ശനി ഞായർ എത്താൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും കാണാം, കളിക്കാം. അപ്പൊ ഈ വരുന്നവരെല്ലാം ഈ എന്താ പറയുന്നത് 86, 87 തൊട്ട് മേ ബി അതിന് മുന്നേ ഉള്ള ആൾക്കാരും ഉണ്ട്. 83 ചേട്ടൻ്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരും ഉണ്ട്. പിന്നെ 91, 93, 94 അതൊക്കെ ഞാനൊക്കെ ഉള്ള കാലഘട്ടം. അതിനുശേഷമുള്ളവരും വന്നു തുടങ്ങി. അപ്പം ഇതിങ്ങനെ ഒരു കൂട്ടായ്മയായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിലോട്ട് ആൾക്കാരെ നമ്മൾ ആഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മിത്രനികേതൻ വെച്ചിട്ടൊരു ക്രിക്കറ്റ് ലോകം എന്ന് പറഞ്ഞിട്ടൊരു ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് പഴയ ആൾക്കാരെല്ലാവരും, അപ്പോൾ എനിക്ക് തോന്നുന്നു മാസ്കിലുള്ള ചേട്ടന്മാരുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം YMA പണ്ട് കളിച്ച, സഹൃദയിൽ കളിച്ചവർ, പിന്നെ ഒന്നിച്ച് പൊങ്ങണത്തും എവിടെ ഓരോ സ്ഥലത്തൊക്കെ കളിച്ച ആൾക്കാരുണ്ടല്ലോ. എല്ലാവരും വാളിയാറ, പഴയ നിലങ്ങളിൽ കളിച്ച ആൾക്കാർ, ഇതെല്ലാം കൂടെ ഒന്ന് കണ്ണമ്പള്ളിയിൽ കളിച്ച ആൾക്കാർ, ചാങ്ങയില് സ്റ്റിച്ച് ബോളിൽ കളിച്ചവരും, ടെന്നീസ് ബോളിൽ കളിച്ചവർ, ആദ്യമായിട്ട് സ്പിന്ന് കൊണ്ടുവന്ന ആൾക്കാർ, ഇങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി. പിന്നെ അതൊരു പ്രസ്ഥാനമായി അങ്ങ്. പിന്നെ അതിൻ്റെ എല്ലാ ഞായറാഴ്ചയും കളിക്കാൻ തുടങ്ങി. ഞായറാഴ്ചകൾ ശനി ഞായറും കളിച്ചു തുടങ്ങി. കളിച്ച ശേഷം എല്ലാവരും ഒന്നിച്ചു കൂടി ചായ കുടിയും വാഴക്കപ്പം കുഴിപ്പും, പ്രത്യേകിച്ച് മാവന്റെ കടയിൽ. അങ്ങനെ വന്ന് മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ള അതിനൊരു പേര് കണ്ടെത്തണം. അങ്ങനെ പേര് ഇങ്ങനെ പലരും സജസ്റ്റ് ചെയ്താണ് നമ്മൾ ഈ ഫുട്ബോൾ ക്ലബിൻ്റെ ഒക്കെ ഒരു യുണൈറ്റഡ് എന്നുള്ളൊരു വാക്ക് വന്ന് അതിൻ്റെ കൂടെ സീനിയേഴ്സുമായി വെള്ളനാടും കൂടെ അങ്ങ് ചേർത്തിട്ട് യുണൈറ്റഡ് സീനിയേഴ്സ് വെള്ളനാട് എന്നുള്ള പേര് അതങ്ങ് അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്ത് വന്ന ഈ ഒരു സൗഹൃദത്തെ കുറിച്ചൊന്ന് പറയാം. സൗഹൃദത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് തന്നെ ഈ USC എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ആ കെമിസ്ട്രി, അത് ശരിക്കും പറയാൻ അത്യപൂർവമായിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഈ ഒരു സംഗതി വന്നിട്ടില്ല. കൂട്ടായ്മകൾ മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ബേസ്ഡ് ഓൺ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തെ മുൻനിർത്തിയായിരിക്കും. ഒരു പ്രത്യേക ശാസ്ത്രം, അല്ലെങ്കിൽ ഒരു പോളിസി, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ കലാപരമായ ചില സംഗതികൾ, കായികപരമായ ചില സംഗതികൾ, അത് മാത്രമേ. പക്ഷെ ഇവിടെ ഇത് ഫോം ചെയ്യുന്നത് തന്നെ നമ്മൾ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇതിന്റെ ആദ്യത്തെ ചിന്ത. അതിന് ഈ നിലവിലുള്ള ആ ടാബ് വിലക്കുകളെല്ലാം ലംഘിച്ചുകൊണ്ട് പുറത്തു വരാൻ ധൈര്യം കാണിച്ച കുറച്ച് ചെറുപ്പമൊക്കെ ഉണ്ട്. ചെറുപ്പം എന്ന് പറയുമ്പോൾ 36 വയസ്സും അപ്പോൾ മുകളിലോട്ടുള്ളവരൊക്കെയാണ്. അവര് കാണിച്ചൊരു ധൈര്യം, പിന്നെ അവര് ഈ രൂപം കൊടുക്കുന്നവർക്ക് തന്നെ തമ്മിൽ നല്ല സൗഹൃദങ്ങൾ ഉള്ളവരാണ് കൂട്ടായ്മ. അങ്ങനെ ഒരു ബേസ് ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോ ക്രിക്കറ്റാണ് പൊതുവായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും അതിന്റെ ബാറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ ക്രിക്കറ്റ് ടീം ഗെയിമാണ്. എനിക്ക് അതാണ് ഇതിനകത്തുള്ള നമ്മുടെ ഒരു പരസ്പരമുള്ള ഒരു ബഹുമാനവും പരസ്പരമുള്ള സ്നേഹവും അത് ഒരുപാട് അനുഭവിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ. നമ്മളെ എന്തെല്ലാം നമ്മൾ വെള്ളനാട്ട് പൊതുരംഗത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാലും ഈ നമ്മൾക്ക് പലരെ അറിയില്ല, പലർക്കും നമ്മളെയും അറിയില്ല. ആ സത്യമാണ്. എത്ര അംഗങ്ങളാണ് ഇപ്പോ ആക്റ്റീവായിട്ട്? 140, 183 പേരുള്ള ഗ്രൂപ്പാണ്.
അതിൽ കൂടുതലുണ്ട്. 185ഓളം പേരുണ്ട്. 200 പേർ പുറത്തുണ്ടായിരുന്നു. പരസ്പരം അറിയുന്നു, എല്ലാവരും അറിയുന്നു. എന്താ പറയുക, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടൻ പറഞ്ഞ പോലെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അധികം അറിയാം. ഇതില് നമ്മൾ അറിയാത്ത കുറച്ച് സമയം നടക്കണം. ഈ ചില ആവശ്യങ്ങളെ വ്യക്തിപരമായി എനിക്കൊരാവശ്യം വന്നാൽ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി അതിന്റെ പുറകെ പോയി ആവശ്യക്കാരന് പല രീതിയിൽ ഇപ്പൊ നമ്മളൊരു ഓഫീസിലായാലും ഹോസ്പിറ്റലിലായാലും ബ്ലഡിന്റെ കാര്യത്തിലായാലും നമുക്കൊരു സഹായത്തിന്റെ ആവശ്യം എല്ലാം പോട്ടെ. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ പണ്ട് നമ്മളൊരു സിറ്റിയിൽ നിന്ന് വൈകിട്ട് ബസ് കയറി വരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. അപ്പോൾ വെറുതെ നമ്മൾ ഗ്രൂപ്പിൽ ആരെങ്കിലും സിറ്റിയിൽ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരു 3-4 പേരുണ്ട്. ഇപ്പോഴും ചില ദിവസങ്ങളിൽ ചില മെസ്സേജുകളുണ്ട്, രാത്രി എത്രയോ 9 ആയിരിക്കും. ഇപ്പൊ മെഡിക്കൽ കോളേജ് ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ ജഗതിയിൽ ആരെങ്കിലും ഉണ്ടോ, അവർക്ക് എത്താനും പറ്റും. മരുന്നുകൾ മേടിക്കാൻ അല്ലെങ്കിൽ ഒരു സാധനം. ഇപ്പൊ ഞാനൊക്കെ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ എനിക്ക് എല്ലാ പ്രാവശ്യവും കാർ എടുത്തോണ്ട് അല്ലെങ്കിൽ ബസ് കയറി പോകാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാൻ പലരും ഇപ്പൊ അവിടെ മെസ്സേജ് ഇടാ, എനിക്കറിയാം ഇന്ന ആള് ഇന്ന ഓഫീസിൽ ഇങ്ങോട്ട് വരെയാണ്, ഏകദേശം അറിയാം ഈ സമയത്ത് ഇറങ്ങും. ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറയും എനിക്ക് ഈ സാധനം അവിടെ നിന്ന് മേടിച്ചിട്ട് വരുമോ അല്ലെങ്കിൽ എടുത്തിട്ട് വരുമോ, കൊറിയർ അവിടെ വന്നിട്ടുണ്ട് നീ എടുത്തിട്ട്. ഇതെല്ലാം ഇതിന്റെ അകത്ത് നടക്കും. ഇത് ശരിക്കും പറഞ്ഞാല് ഈ ആദ്യമേ സൗഹൃദം കൊണ്ട് ഒന്നു ചേർന്നതല്ല, അറിയാം, തമ്മിലറിയാം, എന്നിട്ട് കളി ഒന്നിച്ചു. പക്ഷെ ഈ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് മറ്റു താല്പര്യങ്ങളില്ല എന്ന് തമ്മിൽ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കാനും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങാവാനും ഉള്ള മനുഷ്യന് നൈസർഗികമായ ഒരു വാസനയുള്ളത് അതങ്ങ് ഡെവലപ്പായി. ഇത് അടിസ്ഥാനപരമായി US-യിലുള്ള ഇപ്പൊ 178 പേര് ഗ്രൂപ്പിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ 182 പേരുണ്ടെങ്കിലും ഇവർ തമ്മിൽ ഒരു കണ്ടീഷനും ഇല്ലാത്തൊരു സ്നേഹമാണ്. മ്യൂച്വൽ റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്. ഇതാണ് ഇതിന്റെ അടിത്തറ. US-C എന്ന് പറയുന്നത് മറ്റുള്ള ഏത് സംഘടനയും ഏത് കൂട്ടായ്മയെന്നും ഉയർത്തി നിർത്തുന്ന ഈ ഒരു സംഘടന. അടുത്തത് എന്ന് പറയുമ്പോൾ നമുക്കൊരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചില നിയമാവലിയും കാര്യങ്ങളുണ്ട്. എന്ത് നിയമം കൊണ്ടുവന്നാലും സൗഹൃദം കൊണ്ടുപോകാൻ പറ്റില്ല. അത് പറ്റത്തില്ല. ഉള്ളിൽ നിന്ന് വരണം അല്ലേ? നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നാൽ മാത്രമേ ആ സൗഹൃദം നിൽക്കൂ. തീർച്ചയായും നോക്കിയാൽ ഇതില് പൊളിറ്റിക്സിൽ ഉള്ള ആൾക്കാരുണ്ട്. അവരുടെ പൊളിറ്റിക്സിൽ അത്രയേറെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. ഡിഫറെന്റ് മതത്തിൽ നിന്നുള്ളവരുണ്ട്, ഡിഫറെന്റ് ജാതിയിലുണ്ട്, പല രീതിയിൽ. അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യങ്ങളാണ്. പല തലത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, പല തരത്തിൽ ജോലി ചെയ്യുന്നത്. ഡോക്ടേഴ്സ് തൊട്ട് ഏറ്റവും താഴെ ബ്ലൂ കോളർ ജോബ് ചെയ്യുന്ന ആൾക്കാർ വരെ ഡെയിലി ജോബിന് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതെല്ലാം അവിടെ വരുമ്പോൾ ഇതൊന്നും മാറി. പിന്നെ ഇതിന്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏകദേശം ഒരു 60-65% ആൾക്കാർ ഒന്നിച്ച് നമ്മൾ വളരെ സ്കൂളിൽ പഠിച്ചവരാണ്, ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഇത്രയും വർഷം മുന്നേ 10-25 വർഷം മുന്നേ നമ്മൾ ഒന്നിച്ച് കളിച്ച് വീണ്ടും കളിക്കുന്നു. മേ ബി ഒരാൾ ഡോക്ടർ ആയിരിക്കും, മറ്റേ ആള് ഇന്ന് ബിൽഡിങ്ങിന് പോകുന്നത്. പക്ഷെ അതിലൊന്നും അവിടെ ഒരു ഡിഫറൻസ് ഇല്ല. പഠിച്ചിരുന്നു മാത്രമല്ല പല അവസരങ്ങളിൽ ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, ഒന്നിച്ച് വളർന്ന ഒരു തലമുറയാണ്. അതാണ് പലപ്പോഴും അവിടെ വന്നിരുന്ന സ്കൂളിന്റെ കാര്യവും സ്കൂളിൽ കളിച്ച കാര്യവും ഞാൻ അന്ന് ഇന്ന് കളിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ വരുമ്പോ ഈ ഹാർഡ് കോർ പൊളിറ്റീഷ്യൻസും അല്ലെങ്കിൽ ഹാർഡ് കോർ ആയിട്ട് വേറെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇതിനകത്തുള്ള നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ആവശ്യം പോലെ തന്നെ ഒരു പക്ഷേ വീഡിയോ നമ്മൾ ഇതിപ്പോൾ പുറത്തേക്ക് വിടുമ്പോൾ പലർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. കാരണം ഈ ഒരു കൂട്ടായ്മയിൽ എന്താണ് നമ്മളെ നിബന്ധനകൾ? അതാ ചോദിക്കാൻ കാരണം അറിയോ, യുണൈറ്റഡ് സീനിയേഴ്സ് വെള്ളനാട് അല്ലേ? ഇതിനകത്ത് 200 പേരിൽ അടുപ്പിച്ച് ഗ്രാജുവേറ്റ് വന്നതാണ്, ഒറ്റ ഒരു സ്ഥലത്ത് വന്നതല്ല. കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ നമ്മുടെ ലീഗ് നടത്തിയപ്പോൾ അന്ന് എനിക്കൊരു 85 പേരുള്ള ലീഗായിരുന്നു. ഇപ്പം അത് കൂടി 126 5 ടീമിൽ നിന്ന് 9 ടീമായി. അതൊക്കെ അപ്പോൾ അതിലോട്ട് നിബന്ധനകൾ എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് വെള്ളനാട് ജനിച്ച് വളർന്ന ഒരു വ്യക്തി ആയിരിക്കണം, എവിടെ വേണമെങ്കിലും താമസിക്കാം, വെള്ളനാട് ജനിച്ച വളർന്ന വ്യക്തിയായിരിക്കണം. ഒരുപക്ഷെ ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാണെങ്കിൽ മിനിമം 10 വർഷം ഇവിടെ താമസിച്ചിരിക്കണം. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് വന്നാണെങ്കിലും നമുക്ക് ആ ഒരു നിബന്ധനയുണ്ട്. പിന്നെ 35 വയസ്സിന് മുകളിലായിരിക്കണം. പഞ്ചായത്താണ്, വെള്ളനാട് ബ്ലോക്കല്ല, വെള്ളനാട് പഞ്ചായത്തിലുള്ള ആർക്കും കളിക്കാം, 35+ കളിക്കണം. പിന്നെ മെയിൻലി ഉള്ള വേറെ നിബന്ധനകളെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കളിക്കുന്ന സമയത്ത് മദ്യപിച്ചുകൊണ്ടോ പുകവലിച്ചോ അങ്ങനത്തെ കുറേ നിബന്ധനകളുണ്ട്.
അത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പലർക്കും അങ്ങനെ ജീവിതത്തിലെ ഒരു മാറ്റം അല്ലേ ആ സമയത്ത് ഒരുപാട് അത് ചേട്ടനായിരിക്കും പറയാൻ. മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇവർക്കൊരു പുതിയ ഒരു ഫിസിക്കൽ കൾച്ചർ, ഒരു കായിക സംസ്കാരം അങ്ങനെയാണ് പറയുന്നത്. എനിക്കറിയാം. അച്ചടക്കം മൊത്തത്തിൽ ശരീരം നോക്കുന്നുണ്ട്, മനസ്സ് നോക്കുന്നുണ്ട്. ഇവ പറഞ്ഞാല് ഒരാളെങ്കിലും ദിവസം ഒരു സിഗരറ്റ് കുറയ്ക്കണം, അതൊരു വലിയൊരു നേട്ടമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ. കാര്യം നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി വീക്കെൻഡ് ഡ്രിങ്കേഴ്സ് ഉണ്ട്. അത് ഞാൻ തുറന്നു തന്നെ പറയണം, വീക്കെൻഡ് ഡ്രിങ്കേഴ്സ്. അത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ശനി ഞായർ അവരുടെ ടൈമാണ്, രാവിലെ തൊട്ട് ഈവനിങ് തൊട്ട് അവരുടെ. പക്ഷെ അതൊക്കെ ഒത്തിരി കുറഞ്ഞു. എനിക്ക് തോന്നുന്നൊരു 70% കുറഞ്ഞു. കാരണം ഞായറാഴ്ച കളിക്കാൻ രാവിലെ കളി തുടങ്ങും, തലേദിവസത്തെ ഹാങ് ഓവർ ഉണ്ട്, അതിൽ ബോളും ബാറ്റൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അത് കുറച്ചു, അറ്റ്ലീസ്റ്റ് കുറച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊരു വലിയൊരു നേട്ടമാണ്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ചെറുതിലെ ഇപ്പം നമ്മുടെ മക്കളൊക്കെ ഈ പിന്നെ കളിക്കാൻ പോയാലും ഇന്നത്തെ പോലെ രക്ഷിതാക്കളല്ല അന്ന്. ഇന്നിപ്പോൾ ഒരു കളിക്കാൻ പോകണമെങ്കിൽ അവൻ്റെ ശരീരം നന്നാവട്ടെ, കളിക്കട്ടെ എന്ന് ഇന്നത്തെ നമ്മുടെ ഇപ്പോൾ തലമുറ ഒക്കെ. പക്ഷെ അന്ന് പഴയ കാലത്ത് അങ്ങനെയല്ല അല്ലേ? അത്രത്തോളം സ്ട്രഗിൾ ചെയ്താണ് ഇവർ അന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അതേ സ്ട്രഗിൾ ഇന്നും അനുഭവിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയം. കാരണം എന്നറിയാം ആകെപ്പാടെ ഒരു ഞായറാഴ്ചയാണ് വീട്ടുകാർക്ക് കിട്ടുന്നത്. വൈഫിനും മക്കൾക്കും കൂടെ ഇരുന്ന് കിട്ടാൻ അല്ലേ ഞായറാഴ്ച ഒരു ദിവസമാണ്. പല 100 എൻഗേജ് ആയിരിക്കും പറയുന്നത്. അതെല്ലാം കളഞ്ഞിട്ട് കളിക്കാനായിട്ട് ഇറങ്ങി വരികയാണ്. അന്ന് അത് ഒരു മാറ്റമുള്ളൂ. അന്ന് പാരൻസ് ആണെങ്കിൽ ഇന്ന് വൈഫും മക്കളുമാണ്. പിന്നെ പ്രായം അച്ഛനമ്മമാരുണ്ടെങ്കിൽ അതുണ്ട്. പക്ഷേ എനിക്കവിടെ പ്രായമായ അച്ഛനമ്മമാർ എല്ലാം പോസിറ്റീവായിട്ടാണ്. ഇപ്പം എൻ്റെ വീട്ടിലെടുത്താൽ പോലും അവർ പോസിറ്റീവ്, അറ്റ്ലീസ്റ്റ് ഇവൻ പുറത്തെങ്കിലും പോയി ചെല്ലേ കളിക്കും. ഞാൻ ഉൾപ്പെടെ ഇപ്പം പേഴ്സണലി ഞാൻ പറയണമെങ്കിൽ ഞാൻ ഈ ജോലി, ഫാമിലി, എൻ്റെ വീട് മാക്സിമം പോയ ഇല്ല. പക്ഷെ അവിടെ നിന്ന് അത് ഒന്നുകൂടെ പറഞ്ഞ് നമ്മുടെ മരിച്ചുപോയ അനിലാല് വീട്ടിന് മുമ്പിൽ ഒരു ദിവസം വെറുതെ നിന്ന് എന്നെ പിടിച്ചു വലിച്ച്, അവൻ മകനായിട്ട് വന്ന സമയത്ത് മകനെ അവിടെ നിറക്കി നീ നടന്നു വാ, ഞാൻ ഷൂവിനെ കൊണ്ടുവന്ന് പിടിച്ചു വലിച്ച് എന്നെ കൊണ്ടുപോയതാണ് സ്റ്റേഡിയത്തിൽ. അതായിരുന്നു എൻ്റെ തുടക്കം അതിലോട്ടുള്ള. അങ്ങനെയായിരുന്നു ഞാൻ ഗ്രൗണ്ടിൽ മാറി നിന്ന് 10-15 വർഷമായിട്ട് മാറി നിന്ന് ഞാൻ ഗ്രൗണ്ടിലാണ് വന്നത്. അപ്പോൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് മാസത്തിൽ 4 ഞായറാഴ്ച ഉണ്ടെങ്കിൽ 2 ഞായറാഴ്ച മാത്രം അതിലോട്ട് ചുരുക്കി നമ്മൾ ഒഴിവാക്കി. പലരും രാവിലെ വന്ന് വൈകിട്ട് പോകുന്നവരുണ്ട്. എങ്കിലും ചില പേര് വന്നിട്ട് അവർ പറയുന്ന ചേട്ടാ ഞാൻ ചെന്ന് മീൻ മേടിച്ചിട്ട് കൊടുത്തിട്ടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി മില്ലിൽ കൊടുക്കും, അത് കൊടുത്തിട്ട് വരട്ടെ, അല്ലെങ്കിൽ വൈഫിനെ കൊണ്ടിരുന്ന സ്ഥലത്താക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാം. ഇങ്ങനെ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ അവരുടേതായ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ കളിക്ക് വേണ്ടി അവർ ഏജ് ഗ്രൂപ്പ് 36 വയസ്സിന് മുകളിലുള്ള എല്ലാവരും സോഷ്യൽ കമ്മിറ്റ്മെന്റും ഫാമിലി കമ്മിറ്റ്മെന്റും എല്ലാം ഉള്ളവരാണ്. ഇവര് അവരുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ആളുകളാണ്. സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ഒരു കാലത്ത് വന്നിരുന്നത് ഇവരുടെ അവൈലബിലിറ്റി വീട്ടിലും ഇല്ല. പക്ഷെ ഇപ്പൊ രണ്ടും ഉറപ്പ് വരുത്താൻ പറ്റുന്നുണ്ട്. കളിയിലും വരുന്നുണ്ട്, അവര് വീട്ടിലെ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നു. അല്ല, ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും കുടുംബത്തിന് പിന്നെ രാവിലെ പോകുന്നു, അതെന്താണെന്നൊരു സംശയം ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനും നമുക്ക് ഇറങ്ങിക്കൂടെ? കാരണം ചില കുടുംബ സംഗമം പോലെ ഇവിടെ ഇതാണ് നടക്കുന്നത്. ഇപ്പൊ ഷിബുവിന് ഒരു പക്ഷെ എന്നെ അറിയാം, എന്റെ വീട്ടിലെ വൈഫിനെയോ മക്കളെ അറിയണമെന്നില്ല അല്ലേ? അത് പലർക്കും. അപ്പൊ അങ്ങനെ ഏതൊരു ഒരു ദിവസമെങ്കിലും ഈ ഇങ്ങനെ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ജസ്റ്റ് ഒരു കുടിച്ചാൽ ഇതൊന്നും നമ്മൾ ഒരു കാര്യം കൂടെ പറയാൻ കേട്ടോ. ഒരു ആവശ്യം വന്നാൽ ഈ പൈസയുടെ കാര്യത്തിൽ ഒരു ദാരിദ്ര്യം കാണിക്കാത്ത ഒരു ടീമാണിത്. അത്യാവശ്യമാണ് എങ്കിൽ അല്ലേ, ഇത് നമ്മുടെ കാര്യമാണ് അല്ലെങ്കിൽ ഒരാവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ കൂടി അങ്ങനെ ഒന്ന് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാ വർഷവും പ്രസിഡന്റ് ചേട്ടൻ്റെ സമയത്തും ഞാൻ സമയത്തും നമ്മൾ എല്ലാ വർഷവും അത് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈ നമ്മൾ ആക്ച്വലി അതിലോട്ട് ഞാൻ വരാം. പ്രീമിയർ ലീഗ് എക്സാക്ട്ലി അത് എക്സാക്ട്ലി വൈഡ് ആക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. മൂവിങ് ഫോർവേഡ് അതാണ് നമ്മുടെ ആഗ്രഹം. പ്രീമിയർ ലീഗിൽ ഇപ്പൊ പ്രീമിയർ ലീഗിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഈ ജയിക്കുന്ന ടീമും റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ടീമിന്റെ ഫാമിലിയെ മാത്രം ഇവർ കൊണ്ടുവരുന്നത്. 3rd and 4th കാര്യം ഇത്രയേ ഉള്ളൂ. ഒറ്റ ടീം ആൾക്കാർ അൺഫോർച്ചുനേറ്റ്ലി അവരെ കളിയാക്കും. അച്ഛന് കപ്പ് കിട്ടിയില്ലേ, മക്കളെ അച്ഛന് മാല മാത്രം കിട്ടിയോളൂ, കപ്പൊന്നും ഇല്ല. അപ്പൊ അത് കാരണം കുറെ പേര് മടിക്കുന്നുണ്ട്. മറ്റൊരു പേര് അച്ഛൻ്റെ ടീം എന്തോ തോറ്റുപോയോ
ഇതൊക്കെ അച്ഛൻ ഡക്കായി പോയോ, അച്ഛന് 6 അടിച്ചോ, ഇതൊക്കെ. അപ്പൊ ഈ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കുറച്ചുപേര് കൊണ്ടുവന്നേ ആവേശം. എക്സാക്ട്ലി. അവര് ഒത്തിരി കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്. അവരുടെ കാര്യം അവർ കാണാത്തൊരു എന്താ പറയണ, അച്ഛൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അച്ഛനെ കാണുന്നു. അച്ഛൻ വന്ന് 6 അടിക്കുന്നു, 4 അടിക്കുന്നു. നമ്മള് പെൺകുട്ടികൾ അവരെ കൊണ്ടുവരുന്നുണ്ട്. നമ്മള് പല പെൺകുട്ടികൾ കൊണ്ട് അവർ വന്ന് അത്രയ്ക്ക് അത് അച്ഛൻ കളിക്കുന്നത് കാണാനും കുഞ്ഞുങ്ങൾ കാണാൻ വരുന്നു. കുറെ കുഞ്ഞുങ്ങൾ സ്ഥിരം അവര് വരുന്നുണ്ട്. അവര് ഞായറാഴ്ച വരുന്ന ആൾക്കാരുണ്ട് കാണാനൊക്കെ. എല്ലാ കുട്ടികൾക്കും അവരുടെ അച്ഛനാണ് സൂപ്പർ ഹീറോ. അച്ഛന്റെ ഓരോ അച്ചീവ്മെന്റ് അവർ മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പൊ അവര് ഒരു വലിയ ഗ്രൂപ്പിന്റെ മുമ്പിൽ ഒരു വലിയ സ്റ്റേഡിയത്തില് ഇത് അച്ഛൻ പെർഫോം ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് വലിയ അഭിമാനമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം USV വെച്ച് ഉറപ്പിക്കില്ല. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതിപ്പോ USV മെമ്പർ ആയാലും ശരി തന്നെ ഇല്ല. അങ്ങനെയാണ് USV അവർക്ക് പറ്റി തീരുമാനിച്ചത്. അപ്പൊ പറഞ്ഞു വന്നതിന്റെ കൂട്ടത്തില് ഈ എല്ലാ വർഷവും നമ്മൾ പ്രീമിയർ ലീഗ് നടത്തുന്നുണ്ട്. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലീഗ്. അപ്പൊ ആ ലീഗിൽ മാക്സിമം നമ്മൾ ഫാമിലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ പലർക്കും പറഞ്ഞ പോലെ അറിയത്തില്ല കളി. അവരെല്ലാം വിചാരിക്കുന്നത് ക്രിക്കറ്റ് കളിക്കുന്നു അത്രേ ഉള്ളൊരു പക്ഷെ അതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നിട്ട് ഈ ഫാമിലിയെ കണ്ട് തന്നെ ഒരു ഇൻവൈറ്റ് ചെയ്ത് അവര് വരണം എന്നുള്ള അതൊരു അല്ല. എക്സാക്ട്ലി. എങ്ങനെയെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. സെഷൻസ് പലപ്പോഴും വെച്ചിട്ടുണ്ട്. അതായത് ഈ കളി നടക്കണം, പക്ഷെ കളി അല്ലാതെ തന്നെ ഇപ്പൊ കളി ഇല്ലാത്ത സമയത്തും ഈ ഫാമിലിക്ക് ഒരു ഗെറ്റ് ടുഗദറോ കുട്ടികൾക്ക് ഒരു ക്യാമ്പോ ഇതൊക്കെ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഈ അവൈലബിലിറ്റിയാണ് പലരും. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. കാര്യം എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന 1 മണിക്കൂർ 2 മണിക്കൂറാണ് നമ്മൾ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ട് എല്ലാവരും സൺഡേസ് ഇതിന് വേണ്ടി അവര് അതും 6 മാസം 4 മാസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് ആണ്. പുറത്തൊന്നും ആരുമില്ല. അപ്പൊ നമുക്ക് 2 ലീഗുണ്ട്. ഒന്നൊരു പ്രീമിയർ ലീഗ്, അതാണ് മെയിൻ ആയിട്ടുള്ള പ്രീമിയർ ലീഗ്. പിന്നെ ഒരു ചാമ്പ്യൻസ് ലീഗ് നടത്തുന്നുണ്ട്. പിന്നെ ഡിസ്കവറി ലീഗ് നടത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുമെങ്കിൽ ഒരു ടർബോ ലീഗ് അങ്ങനെ. അപ്പൊ ആക്ച്വലി ഇത്രയും വർഷം കൊണ്ട് ഏകദേശം 11 ലീഗ് നമ്മൾ നടത്തി. 11 ലീഗ് എന്ന് പറയുന്ന ചെറിയൊരു കാര്യമില്ല. ഗംഭീര വിജയമാണ്. അത് ഒരു ലീഗിന് തന്നെ ഓൾമോസ്റ്റ് ഒരു 1,20,000 രൂപയുടെ ബജറ്റാണ്. അത് നമ്മൾ പുറത്തൊന്നും ഒരു നയ പൈസ നമ്മൾ മേടിക്കുന്നില്ല. അതെല്ലാം നമ്മുടെ ഈ കളിക്കുന്നവരിൽ നിന്ന് കിട്ടുന്ന ഫീയും രജിസ്ട്രേഷൻ ഫീയും പിന്നെ ഓരോ ടീം നൽകുന്ന എൻട്രി ഫീയും ഇത് വെച്ചിട്ടാണ്. 14 പേര് വെച്ചിട്ടാണ്. അത് വെറുതെ ടീം എടുക്കുന്നില്ല. നമ്മൾ IPL പോലെ ഒരു ലേലം വെച്ച് അതുകൊണ്ട് ആക്ച്വലി ആ ക്രിക്കറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ വന്നില്ല. ആക്ച്വലി അതെ അതിലോട്ട് വന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വർഷം നമ്മൾ 4 ലീഗ്. ടർബോ ലീഗ് ആക്ച്വലി ഒരു പ്രാവശ്യം നമ്മൾ നടത്തി. അപ്പോൾ ഈ പ്രീമിയർ ലീഗാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് 5 ടീമിൽ നിന്ന് 8 ഇപ്പോൾ 9 ടീമിലോട്ട് വന്ന് നിൽക്കുകയാണ്. അതായത് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയും കൂടാം. കാര്യം ആൾക്കാർ വന്നിങ്ങനെ അവർ എന്താ പറയുക കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജൂനിയർ കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾ വന്നിട്ട് ചേട്ടാ അടുത്ത് എനിക്ക് 35 എന്നെ ആഡ് ചെയ്യണം, അടുത്ത് കളിക്കണം. അപ്പോൾ നമ്മൾ പറയും നീ അവിടെയൊക്കെ എല്ലാം കളിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രീമിയർ ലീഗ് നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് ചാമ്പ്യൻസ് ലീഗ് സെയിം. അതായത് 12 ഓവറാണ്. 12 ഓവർ മാച്ചാണ്. 8 ടീം അല്ലെങ്കിൽ 9 ടീം. ഒരു ടീമിന് 14 പേര് വെച്ചിട്ട് രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 5:30-6 മണി വരെ ഒരു ദിവസം 6 കളിയാണ്. 6 കളി വെച്ചിട്ടാണ് ടൈമിന്. അപ്പോൾ അതും ചിലപ്പം ഈ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ടൈം വയ്ക്കാറില്ല. ഒന്നിൻ്റെ പുറകെ ഒന്ന് തന്നെ. ചിലപ്പോഴേ ചില കളികൾ പെട്ടെന്ന് തീരും. 80 റൺ 85 ചിലപ്പോൾ 195 റൺ വരെ 210 അടിച്ച സമയം വരെ ഉണ്ടായിരുന്നു. സെഞ്ചുറി അടിക്കുന്നവരുമാണ്. സെഞ്ചുറി നമുക്ക് ഒത്തിരി സെഞ്ചുറിയൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈം വെച്ചിട്ട് കളിയും പൊയ്ക്കൊണ്ടിരിക്കും. ഫുഡ് നമ്മൾ അവിടെ തന്നെ ചിലപ്പോൾ കഞ്ഞിയും ഇതൊക്കെ വയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് എല്ലാവരും. പിന്നെ അവിടെ തന്നെ ചിലർ കടയിട്ട് നമ്മുടെ ആൾക്കാർ തന്നെ കടയിട്ട്. അപ്പോൾ ഇതൊരു ആക്ച്വലി രാവിലെ തൊട്ട് ഈവനിങ് വരെ ഒരു ഫുൾ എൻഗേജ്ഡ് ആയിട്ട് 5 പേര്. ഇതിലും നമ്മൾ കാണാത്ത ഒരു ഈ പല കാറ്റഗറിയിൽ നിൽക്കുന്നവർ അവരുടെ കഴിവുകൾ ഇതിനകത്ത് വിനിയോഗിക്കാൻ മിടുക്കന്മാരാണ്. അതെ. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാളിനാണെങ്കിൽ അയാൾക്ക് എന്താ ചെയ്യാൻ പറ്റും അല്ലേ? എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ഓരോരുത്തരും. പിന്നെ കായികമായിട്ട് പിച്ച് റെഡിയാക്കുന്ന അങ്ങനെയുള്ള ഏറ്റവും റിസ്ക് ഉള്ള പണിയാണ് പിച്ച് റെഡിയാക്കുന്നത്. ഒരുപാട് പേര് വന്ന് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ ജില്ലയിൽ ഇതുപോലൊരു പിച്ച് മേക്കിങ്ങും പിച്ചും. അല്ല അത് ഇവരുടെ ഒരു വളരെ ചുരുക്കം കുറച്ച് പേര് അത് നമ്മുടെ കുറച്ച് പേരുണ്ട്. അത് പിച്ച് മേക്കിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കറക്റ്റായിട്ട് ചെയ്യാൻ എല്ലാ ശനിയാഴ്ചയും. അതായത്
ഏറ്റവും വലിയ ഈ വെയിലത്ത് ഞായറാഴ്ച ഒന്ന് വെള്ളം ഒഴിച്ച് അതിന് ഇളക്കി മണ്ണ് ഇളക്കി പുതിയ മണ്ണ് കൊണ്ടിട്ട് ആരും നിർബന്ധിച്ചിട്ടല്ല. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ കുറെ അസറ്റ്സ് ഉണ്ട് നമുക്ക്. നല്ലൊരു ടാർപ്പ നമ്മൾ മേടിച്ചു, പിന്നെ സ്വന്തം ടേബിൾ, ചെയർ, മൈക്ക്, കണക്ഷൻസ്, പിച്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോലകത്തുള്ള ഒരു ടാർപ്പയാണ് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് പറയാൻ പറ്റുന്ന പലപ്പോഴും നമ്മൾ കൂട്ടുകാർക്ക് സഹായം ചെയ്യുന്നത്, അത് എനിക്ക് അതിൻ്റെ കണക്ക് നമ്മൾ വെച്ചിട്ടില്ല. പക്ഷേ വളരെ നല്ല രീതിയിൽ നമുക്ക് ജെന്യൂനായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, അത് ജെന്യൂനാണോ ഇല്ലയോ എന്ന് നമ്മൾ പറയാതെ അവർക്കറിയാം. കാര്യം അവർ സഹകരിക്കുന്നതാണ്. ചില ആളുകൾ വോളണ്ടിയർ ചെയ്യും, ഞങ്ങൾ ഇതിനെ കോർഡിനേറ്റ് ചെയ്തോളാം, ഈ കളക്ഷൻ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ വരെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ധാരാളം അനുഭവം ഒരുപാടുണ്ട്. അതുപോലെ വേറൊരു കാര്യം കേട്ടോ, നേരത്തെ നമ്മൾ ഈ ഇഫക്റ്റിനെ പറ്റി പറയുമ്പോൾ ഈ മാൻപവറിന്റെ എന്നല്ല, നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്, പ്രത്യേകിച്ച് ഈ 36 വയസ്സിന് മുകളിലുള്ളവരാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷെ അത് താഴെ കളിക്കുന്ന, നേരത്തെ പറഞ്ഞത് കുട്ടികൾ ഒരു വലിയ വിഭാഗമുണ്ട്, ഇവരുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടുണ്ട്. കാരണം നമുക്കറിയാം എല്ലായിടത്തും ഇങ്ങനെയുള്ളവർ നമ്മൾ ക്ലാഷുകളുണ്ട്, ഭയങ്കരമായ ക്ലാഷുകൾ. ഇവിടെ തുടക്കകാലത്ത് ചില്ലറ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് അവര് തരുന്നൊരു സപ്പോർട്ടുണ്ട്, അവര് തരുന്നൊരു സ്നേഹമുണ്ട്, അവര് എന്താണ് നമ്മളെ അംഗീകരിക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം അവിടുന്ന് ഇനി ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് വളരെ മനോഹരമാണ്. മറ്റൊരിടത്ത് നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റുന്നൊന്നല്ല. അല്ലെങ്കിൽ വഴക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളെ ഗ്രൂപ്പ് അറിയാമല്ലോ, ഭയങ്കരമായ രീതിയിൽ വഴക്കം. പക്ഷേ ഇത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത് അങ്ങനെയല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ, അത് ആര് പറഞ്ഞാലും മതി, അവിടെ നിർത്തുകയാണ് അല്ലേ. അതാണ് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹുമാനം, സ്നേഹം, അതാണ് അതിന്റെ ബേസ്. അതല്ലെങ്കിൽ ഇത് നിൽക്കത്തില്ല. അതല്ലെങ്കിൽ ഒരിക്കലും അച്ചടക്കമുണ്ട്. ഓക്കെ, ഞാൻ ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ അവർ ആ വേഷം എന്തെങ്കിലും പറഞ്ഞ ശേഷം പിന്നെ ഒരിക്കലും അതൊരു എന്താ പറയുക, ഗ്രൗണ്ട് കഴിഞ്ഞ് അത് മുന്നോട്ട് ആ ഗ്രഡ്ജ് നമ്മൾ കൊണ്ടുപോകാറില്ല. വഴക്കളേ ഉള്ളൂ. 1-2 പ്രാവശ്യം, എനിക്ക് 3-4 പ്രാവശ്യം നമുക്ക് അഡ്മിനുള്ളിൽ ആക്കിയിട്ടുണ്ട് രാത്രിയുള്ള. അത് മെയിൻലി എന്താണ്, ഈ കളിയെക്കുറിച്ചുള്ളതാണ്, അല്ലാതെ ഈ അവരുടെ പേഴ്സണൽ ഇഷ്യൂ അല്ലെങ്കിൽ പുറത്ത് നടന്ന ഇഷ്യൂ ഒന്നും അല്ല. അഡ്മിനുള്ളിൽ ആക്കിയിടുന്നതാണ്. പക്ഷെ അതൊക്കെ ആ ഒരു ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച കാണുമ്പോൾ അതെല്ലാം മാറും. കാര്യം ഇന്ന് കളിക്കുന്ന ടീമല്ല നാളെ കളിക്കുന്നത്, ആ ടീമിലല്ല ഞാൻ നാളെ കളിക്കുന്നത്. അപ്പൊ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. നിന്ന ടീം ഓരോ കളിയിലും വന്ന് സഹകരിച്ച് ഞാൻ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഒരു ഐഡിയ ഇപ്പോൾ ഉണ്ട്. ഞാൻ ചെന്നാൽ അനൗൺസ്മെന്റ് ചെയ്യണം, ഞാൻ ചെന്നാൽ എനിക്ക് പിച്ച് തയ്യാറാ അല്ലേ, നമുക്ക് ആരും പറഞ്ഞിട്ടല്ലേ. നേരത്തെയൊക്കെ നമ്മൾ അവർക്ക് ഡ്യൂട്ടിയൊക്കെ കൊടുത്ത് എടുക്കണം. ഇപ്പോഴങ്ങനെയല്ല, അതൊക്കെ ഒരു എണ്ണയിട്ട എഞ്ചിൻ പോലെ അത് മുന്നോട്ട് പോകണം. ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ പിച്ച വെച്ച നടക്കുന്ന സമയത്ത് കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അത് ഏത് സംഘടനയായാലും ഉണ്ട്. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്തു. ഇതിപ്പോൾ ഇതൊരു എന്താ നല്ലൊരു രീതിയിലൊരു ക്രൂസിങ് ആണ്, ക്രൂസ് ചെയ്ത് പോവുകയാണ്. അതെ, ഇപ്പം മുകളിലോട്ട് വരുന്ന സമയം അത് പറഞ്ഞെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തു. നമ്മളിപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് മാത്രം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വർഷം ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു. അപ്പോൾ ഒരു ഇയർലി ഫീ എല്ലാവരെയും ഇന്ന് മേടിക്കണം. അത് വച്ചിട്ട് നമുക്കൊരു വലിയൊരു ടൂർണമെൻറ്റ് നമ്മളെ തിരുവനന്തപുരം ജില്ലയിലേക്കകത്തുള്ള കുറച്ച് നമ്മുടെ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നുണ്ട്. കാര്യം വെള്ളനാട്ടുള്ളൊരു കണ്ടെനിക്കറിയാം, പണ്ട് ഞാനൊക്കെ വോളിബോളൊക്കെ കണ്ട് ജിമ്മി ജോർജും അവരൊക്കെ വന്ന സമയങ്ങളിലൊക്കെ അതൊക്കെ. അപ്പോൾ അതേപോലൊരു നമ്മളിപ്പോൾ അറിയപ്പെടുന്ന നല്ല ആൾക്കാരെ കൊണ്ടുവച്ച്, നല്ല ടീമുകളെ കൊണ്ടുവച്ചിട്ട് നല്ലൊരു ക്രിക്കറ്റ് വിരുന്ന് ഒരുക്കണമെന്നാണ് അടുത്തൊരു നമ്മുടെ ഒരു ആഗ്രഹം. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ തുടങ്ങി പതിയെ തുടങ്ങുകയാണ് നമ്മൾ. അപ്പോൾ ഗ്രൗണ്ട്, പിന്നെ നമുക്ക് രാത്രി ലൈറ്റ്. കാര്യം ഇതിലൊരു പ്രോബ്ലം സുനിയേട്ടാ, നമ്മളെ ഈ ഈവനിങ് ആയാൽ ആർക്കും പോകാനൊരു സ്ഥലമില്ല. മറ്റേ തിരിയുന്നതും ആ രാത്രിയാണ്. അപ്പോൾ ടീമുകൾ അവരുടേതായ ടർഫ് പ്രാക്ടീസും ഇതൊക്കെ, പക്ഷെ അതൊക്കെ ഒത്തിരി പേര് പോകുന്നില്ല. അപ്പോൾ ഈ വൈകിട്ട് എല്ലാവരും വന്ന് ജംഗ്ഷനിൽ നിൽക്കുന്നു. ജംഗ്ഷനിൽ നിന്ന് ശേഷം പിന്നെ അത് ഒരു 8 മണിയാകുമ്പോൾ പിരിഞ്ഞു പോകുന്നു. ചിലർ വീട്ടിൽ പോകും, ചിലർ അല്ല. അതിനൊന്ന് കളിയിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അത് നമ്മുടെ പ്രാക്ടീസിനുള്ള, അപ്പോൾ അത് എക്സാക്ട്ലി. അപ്പോൾ നമ്മുടെ പഞ്ചായത്തായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ റിപ്ലൈ തന്നേക്കുന്നത്. പക്ഷെ അവർക്ക് കുറച്ച് പരിമിതികളുണ്ട്.
അത് പരമാവധി മാറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് വളരെ നമുക്ക് ഫ്ലഡ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് രാത്രി കളി നടത്താൻ പറ്റും. അപ്പോൾ അത് വന്നാൽ ഈ രാത്രി പ്രാക്ടീസൊക്കെ നമ്മളെല്ലാവരും ഈ ഗ്രൗണ്ടിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും. ഇതിനകത്ത് വേറൊരു ചിലവെന്ന് പറയുന്നത് ടീമുകളെ സംബന്ധിച്ച് ഈ ടൂർണമെന്റ് കാലത്ത് ഈ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടർഫുകളിൽ പോകുന്നു ഭയങ്കര കാശിയല്ല. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ ഈ ഇതുപോലെയുള്ള ഒരു സംവിധാനം നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് കുറെ കാലമായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു മറ്റ് സൗകര്യങ്ങൾ സഹായങ്ങൾ കിട്ടാൻ പോകുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമായിരിക്കും. മാത്രമല്ല ഇപ്പൊ ശിവ പറഞ്ഞ ഈ വൈകുന്നേരങ്ങൾ എങ്ങനെ ചിലവാക്കും എല്ലാവരുടെയും അവിടെ എല്ലാവരുടെയും. അപ്പൊ വെറുതെ വന്ന് നിന്നാൽ ചിലപ്പോ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, ലോകങ്ങളുണ്ടാവും. കളിയും ഈ ഗ്രൂപ്പും ആകുമ്പോൾ വേറൊരു ലെവലിലേക്ക് പോകാം. കാര്യം രാവിലെ ചിലർക്ക് വരാൻ ബുദ്ധിമുട്ടാണ് കളിക്കാൻ. ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ USVയിലെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 30ഓളം പേര് രാവിലെ ഇപ്പോൾ സ്ഥിരം കളിക്കാൻ തുടങ്ങി. അപ്പോൾ അവരൊരു സെപ്പറേറ്റ് എന്താ പറയുക, അപ്പോൾ ഈ USVയിൽ നിന്ന് പല പല ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി. അതായത് രാവിലെ കളിക്കുന്നവർ, അല്ലെങ്കിൽ ടർഫ് ചില ദിവസങ്ങളിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ടർഫ് എടുക്കാൻ തുടങ്ങി. കാര്യം ഇപ്പോൾ പറഞ്ഞ പോലെ ചിലവ് കൂടുതലാണ് ഒരു ടീം. അപ്പോൾ 2 ടീം ഒന്നിച്ച്, അപ്പോൾ അങ്ങനത്തെ പലതും ഇതിൽ നിന്ന് ഉത്ഭവിച്ച കുറേ വീണ്ടും നല്ല നല്ല ഗ്രൂപ്പുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് വിചാരിക്കും ഈ ഈവനിങ് പലർക്കും വരാൻ സൗകര്യം കൂടുതലാണ്. ജോലി കഴിഞ്ഞ് 6-7 മണിയാകുമ്പോൾ എത്തും. എത്തിയ ശേഷം രാവിലെ പോകാനുള്ള ബുദ്ധിമുട്ടുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുവന്നാൽ അത് നന്നായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പേപ്പേഴ്സൊക്കെ മൂവ് ചെയ്യണം. പിന്നെ ആ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ തന്നെ അതിൻ്റെ ഉടമസ്ഥതയിൽ കുറച്ച് അവരുടെ പ്രശ്നങ്ങൾ പഞ്ചായത്ത് അത് എന്തായാലും ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ പഞ്ചായത്ത് വളരെ സപ്പോർട്ടാണ്. കാര്യം ഞായറാഴ്ചകൾ പുറത്തുനിന്ന് ഈ നല്ലൊരു ഗ്രൗണ്ട്, ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ട് ഈ ഏരിയയിൽ വളരെ കുറവാണ്. അപ്പോൾ ഒത്തിരി പേര് വന്ന് പഞ്ചായത്തിൽ അന്വേഷിക്കും നമുക്ക് ഗ്രൗണ്ട് തരുമോ പല കാര്യങ്ങൾക്കായി. ഈവൻ ഇന്ത്യൻ ആർമി നമ്മുടെ NCC വരെ വന്ന് അവിടെ. അപ്പോൾ എന്നിട്ട് പോലും പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളെ വിളിക്കാറുണ്ട്, ഇങ്ങനെ ഞായറാഴ്ച ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കളി ഉണ്ടോ, ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അത്ര ഗൗരവമായിട്ട് ഈവൻ അവർ കൊടുത്ത ശേഷം NCCയുടെ കേണൽ സാബ് വന്ന് ഒരു ദിവസം രാവിലെ വന്ന് നമ്മളെ കളിയെ കണ്ട ശേഷം ചോദിച്ചു, നിങ്ങൾ കളിച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ആലോചിച്ച് നോക്കി, അവർ അത്രത്തെ സീരിയസ് ആയിട്ടാണ് അവർ ഇതിനെ കാണുന്നത് തന്നെ. അപ്പോൾ നമ്മൾ 8:30 കഴിയും സാബ്. അത് കഴിഞ്ഞിട്ട് അവർ 8:30 ശേഷം വന്ന് അവർ മറ്റേ റിപ്പബ്ലിക് ഡേ പരേഡിന് പ്രാക്ടീസ് ചെയ്യുന്നതും മറ്റേ ഇങ്ങനെ വന്ന് കാണുമ്പോഴത്തേക്കും അതിനെ മുടക്കണ്ട പറയണമെങ്കിൽ കണ്ടതെന്നുള്ള. അപ്പോൾ നോക്കുന്നു 10-30 പേരൊന്ന് ക്രിക്കറ്റ് കളിക്കുന്നു, ഇപ്പോഴത്തെ കുറേ പേര് ഫുട്ബോൾ കളിക്കുന്നു. ഇത് മുടക്കാൻ നമുക്ക് താല്പര്യമില്ല. whenever you finish it, okay, then let us know എന്നുള്ള രീതിയിലാണ്. ഏത് വഴിയിലും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചേഞ്ച് ഈ സ്പോർട്സ് ഗെയിംസ് ഒക്കെയാണ് എപ്പോഴും അവരുടെ മെച്ചപ്പെട്ട ഒരു സംഭാവന കൊടുക്കുക. ഇതും അത് തന്നെയാണ്, ഒരു നാടിനെ തന്നെ ശരിക്കും സ്വാധീനിക്കുന്ന. നമ്മൾ നേരത്തെ ഇത് നമ്മുടെ മീറ്റിങ്ങുകളിൽ പറയും, നമ്മൾക്ക് മുമ്പ് നമ്മൾക്ക് ശേഷമാണ് നമ്മുടെ ചരിത്രം അടയാളപ്പെടുത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ അത് ശരിയാണ്. ഈ USV എന്ന് പറയുന്ന ഒരു സംഗതി ഈ നാടിന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് ഇപ്പൊ നമുക്ക് ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു കല്യാണം എടുത്താലും അല്ലെങ്കിൽ ഒരു വീട് പാലുകാച്ചെടുത്താലും എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ ഒന്നിച്ചാണ് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മൾ ജംഗ്ഷനിലൊക്കെ ഈവനിങ് വന്ന് നിന്നാൽ ഇപ്പോൾ പൊളിറ്റിക്സോ ബാക്കി കാര്യങ്ങളോ അതൊന്നുമല്ല ചർച്ച, എല്ലാം ക്രിക്കറ്റിനെ കുറിച്ചാണ്. അവൻ അടിച്ച 6 എങ്ങനെ, ഇവൻ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, വേണം. പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തുന്ന പലരും ഇപ്പോൾ നാളെ സൗഹൃദമാണ്. അത് കുറച്ച് പേര് അപ്പുറത്തേക്കും കുറച്ചൊരു ഇപ്പുറത്ത് നിൽക്കും. എനിക്കറിയാവുന്ന കാര്യമാണ്. അവരാദ്യത്തെ എനിക്ക് ലീഗ് വന്നപ്പോൾ അവർ അങ്ങോട്ടേക്കും സംസാരിക്കത്തുണ്ട്. പിന്നെ എപ്പോഴും ഇതൊന്നും ഒന്നും അല്ല, ഇതാണ് സംഭവം. അപ്പോൾ പലരും പറഞ്ഞു, ചേട്ടാ ഞാൻ പണ്ട് ഇദ്ദേഹത്തിനോട് ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു, എന്താ കാര്യം, അത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അങ്ങനെ മാറി. അതൊക്കെ പുറത്തുനിന്നുള്ള ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ ചോദ്യം എന്താണ് ഈ സംഗതി, അവിടെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾ കാണുന്നുണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സംഭവമാണ്, ഒരു ഞാൻ പറയും ഒരു ഐഡന്റിറ്റി ആയി മാറി. അതിൽ നിന്ന് ഇപ്പം അതിൽ ഇല്ലാത്ത ആരും ഇല്ലാന്ന് തന്നെ പറയാം, പലരും ഉള്ളത്. ഇപ്പോൾ ഈവൻ കളിക്കാത്ത ആൾക്കാർ വരെ അവിടെ വന്ന് കളി കാണാറുണ്ട്. അവരുടെ സപ്പോർട്ട് നമ്മളടുത്ത് പറയും, ഷിബു തുടങ്ങാൻ നേരത്തെ ഒന്ന് അതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചില കളി ഒന്ന് കാണാൻ. അപ്പോൾ അങ്ങനെ വരുന്നവർക്കുള്ള ഒരു ബുദ്ധിമുട്ടും ഗ്രൗണ്ടിലുണ്ട്. കാര്യം ഒന്ന് വെയിലും പിന്നെ അവർ ഇരുന്ന് കാണാനുള്ള സൗകര്യത്തിൻ്റെ കുറവ്. കുറച്ച് നേരം നിന്നാലും അപ്പോൾ അവിടെ ഉള്ള സൈഡിലുള്ള റബ്ബറെല്ലാം മുറിച്ചു ഭയങ്കര ഭയങ്കര വെയിലാണ്. അപ്പോൾ വന്ന് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ. അപ്പോൾ അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് അത് എക്സാക്ട്ലി ഇത്രയും കാലം ഈ ഒരു വരവുണ്ടല്ലോ, 5-6 കൊല്ലത്തെ കഴിഞ്ഞ 6 കൊല്ലം ആ വളർച്ചയുണ്ട്. ഒരിക്കലും അത് വെറുതെ സ്റ്റാഗ്നേറ്റ് ചെയ്യല, കെട്ടിക്കിടക്കല്ല, ഗ്രാജുവലായിട്ട് വളരുന്നുണ്ട്. അതാണ് ഈ പുതിയ ചിന്തകളും
പുതിയ പ്രവർത്തനങ്ങളും നമ്മുടെ USVയെയും ഇതിലെ സൗഹൃദത്തെയും ഒപ്പം നമ്മുടെ വെള്ളനാടിൻ്റെ അല്ലേ മൊത്തത്തിലുള്ള ആ ഒരു ഇതിലേക്കൊക്കെ മാറട്ടെ എന്നാൽ നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ അത് നീ ചെയ്യുന്ന നീ അങ്ങനെയല്ല നമ്മളെല്ലാം അതിൻ്റെ ഭാഗമാണ് എല്ലാവരും നമുക്കെല്ലാം അത് ചെയ്യാനുള്ള ഒരു ഊർജ്ജവും അത് ചെയ്യിക്കാനുള്ള ഊർജ്ജവും അത് ചെയ്യാൻ ഈ നമ്മളെ കൂട്ടായ്മയ്ക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കും. ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാത്തരം വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ഇതുപോലെ ചെറിയ ഇടങ്ങളിൽ നിന്നുണ്ടായ കൂട്ടായ്മ, അഭിപ്രായം പങ്കുവയ്ക്കൽ, ഒന്നിച്ചു ചേരൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താങ്ങായി നിൽക്കുമെന്നുള്ള വിശ്വാസം, പരസ്പര വിശ്വാസം, ട്രസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ്. അതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒരു വിത്ത് വിതച്ചതുപോലെ വിത്ത് അതിങ്ങനെ കിളുത്ത് വരുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് നമ്മൾ കാണുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. അതിന്റെ ഫലങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നവർ അനുഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് അവരുടെ കുടുംബങ്ങൾ അനുഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ പുറകെ വരുന്ന തലമുറ അവർക്ക് ഒരു ഗൈഡിംഗ് ലൈറ്റ് ആയിരിക്കണമെന്ന് നമുക്ക് വലിയ നിർബന്ധമുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തു വെക്കാൻ ഇത് അങ്ങനെ ഒരു സംഗതിയുണ്ട്, ഒരു മോഡലുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതി. അംഗമാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അഭിമാനം തന്നെ അഹങ്കാരം അഭിമാനമാണ്. എക്സാക്ട്ലി അതുണ്ട് അത് എല്ലാവർക്കും. അത് പലതും ഇപ്പോ എന്ത് കാര്യം നടന്നാലും USV മെമ്പർ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇന്ന ടീമിലുള്ള ഐഡന്റിഫൈ ചെയ്യാനുള്ള. അപ്പൊ ഏത് ചേട്ടാ നമ്മുടെ USVയിലുള്ള ടീമുകളാണ്. അപ്പോൾ കൺക്ലൂഷനായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബേസ് എല്ലാം ഈ പറഞ്ഞ കളിക്കാരാണ്, നമ്മുടെ ഈ മെമ്പേഴ്സാണ്. അപ്പോൾ അവരും ആ ടീമും ഇവരില്ലെങ്കിൽ നമുക്ക് USV ഒരിക്കലും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, ആരെന്താണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് റെസ്പെക്ട് ഉണ്ട്. അത് പ്രാവർത്തികമാണ്. അതാണ് അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് വരുന്നുള്ളൂ. ക്രിക്കറ്റ് അതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കളിക്കളത്തിന് പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും അതാണ് ഇതിൻ്റെ ബേസ്. അത് ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാനും ചേട്ടൻ അറിഞ്ഞത്. കാര്യം വഴക്ക് കൂടാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്, എന്ത് പറഞ്ഞാലും പക്ഷേ എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്കകത്ത് നിന്ന് ഇത് മുന്നോട്ട് ഇൻവെസ്റ്റ് അങ്ങനെ തന്നെ പോട്ടെ, വളരട്ടെ. ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ജൂനിയർ ടീം ഇപ്പോഴുണ്ട്. അവർ ഗ്രൗണ്ടിൽ തന്നെ കളിക്കുകയാണ്. അപ്പോൾ അവർ നമ്മളെ കാണുകയാണ്. അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ വരുമ്പോൾ അവർ നമ്മൾ ഇടയ്ക്കാണ് ജൂനിയേഴ്സ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം. നാണക്കേടാണ് അത്. അതിനങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ കുട്ടികളുണ്ട് കൂടെ, അത് കാണാൻ പാടില്ല. പക്ഷേ സ്ലോലി മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് പ്രത്യക്ഷമായി അല്ലാതെയും കാണാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തർ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ തന്നെ വളരെ നല്ല രീതിയിൽ പോട്ടെ. ഇനിയുള്ള പുതിയ തലമുറയ്ക്കും അതൊരു പ്രചോദനമാവട്ടെ എന്നുള്ളൊരു വിശ്വാസമാണ്. ഓക്കെ, വളരെ നന്ദി സുനിയേട്ടാ ഈ ഒരു കാര്യത്തിന്. ഓക്കെ.